ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് വന്ന പാക്കിനെ കുറിച്ചാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സ് എന്ന പാക്കാണ്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെൽ പീറോ, ഇൻസാഗി, പിന്നെ നക്കാത്ത 3 പ്ലെയറാണ് വന്നിരിക്കുന്നത്. ഡെൽ പീറോയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ഗെയിമിലെ തന്നെ മികച്ച ഒരു എപ്പിക് കാർഡാണ് ഡെൽ പീറോ. SS പൊസിഷനാണെങ്കിലും സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പോരാത്തത് ബ്ലിറ്റ്സ്കേറിൽ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന് മുന്നേ ബ്ലിറ്റ്സ്കേറിൽ ഒരു ഡെൽ പീറോയുടെ കാർഡ് വന്നിരുന്നു. അത് തന്നെ നല്ല പെർഫോമൻസ് തരുന്നൊരു കാർഡാണ് ഗെയിമിൽ. ഇത് അതിനേക്കാളും ഒന്നും കൂടെ പവർ കൂടി, അത് ഡബിൾ ബൂസ്റ്ററാണ്. കുറച്ച് സ്റ്റാറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ കാർഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ. പിന്നെ ഫിലിപ്പോ ഇൻസാഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം. അതായത് പെസ്സിൽ ഇൻസാഗിയുടെ പവർ എന്തായിരുന്നു എല്ലാവർക്കും അറിയാം. ഈ ഫുട്ബോളായപ്പോൾ പിന്നെ കാർഡ് കാര്യമായിട്ട് വന്നില്ല. കഴിഞ്ഞ വർഷം ഒരു ഫ്രീ കാർഡും ഒരു പെയ്ഡ് ഒരു പാക്കായിട്ട് വന്നു. അത് മാത്രമേ വന്നിരുന്നുള്ളൂ. ഇത് ജുവൻറ്റസിൽ കളിക്കുമ്പോഴുള്ള കാർഡ്. യങ് ആണ്, 25 years. പിന്നെ അഡീഷണലായിട്ട് ഫിനോമിനൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു ബൂസ്റ്ററാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ഓഫ് ദ ബോൾ. ആദ്യമായിട്ടാണ് ഒരു ബൂസ്റ്റർ വരുന്നത്. അതിൽ മെയിനായിട്ട് +2 ഇൻക്രീസ് അറ്റാക്ക് അവർനെസ്, സ്പീഡ്, ആക്സലറേഷൻ, സ്റ്റാമിന. കൊള്ളാം, നല്ല ബൂസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ നക്കാത്ത ആവറേജ് അത്രേ പറയാനുള്ളൂ. നമ്മൾ ഈ 150 പ്ലെയേഴ്സിൻ്റെ പാക്കിൽ ഇത്രയും കോയിൻ സ്പെൻഡ് ചെയ്തെടുക്കുമ്പം അതിനുള്ള പെർഫോമൻസ് കിട്ടിക്കോണമെന്നില്ല. ഈ ഇതിലാണെങ്കിൽ നമുക്ക് ഫ്രീ ട്രൈ ഒന്നുമില്ല. അപ്പം ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഇപ്പോൾ എല്ലാ പാക്കിൻ്റെ കൂടെ ഒരു ജപ്പാൻ പ്ലെയറിനെ അവർ ആഡ് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കറിയാലോ, കൊണാമി ജപ്പാൻകാരുടെ ആണല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെൽ പീറോയെ തുറന്ന് നോക്കാം. 24 years ഓൾഡാണ് വന്നിരിക്കുന്നത്. അടിപൊളി കാർഡായിരിക്കും. പോരാത്ത ഹോൾ പ്ലെയറാണ്. ഞാൻ ഡെൽ പീറോയുടെ വേറൊരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് വീഡിയോയുടെ അവസാനം അതിനെക്കുറിച്ച് പറയാം. ബോൾ ക്യാരിയിങ് ആണ് വരുന്നത് ബൂസ്റ്റർ. നമുക്ക് അഡീഷണലായിട്ട് വേണമെങ്കിൽ എജിലിറ്റി കൊടുക്കാം. എന്നുവെച്ചാൽ നല്ല ഫ്ലെക്സിബിളായിട്ട് ഉള്ളൊരു പ്ലെയറാണ്. ബാലൻസ് നമുക്ക് മെയിനായിട്ട് എടുത്തു പറയണം. ഡെൽ പീറോയുടെ എങ്ങനെ വേണം ഫ്ലെക്സിബിൾ ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കടക്കാനും നമുക്ക്, അതായത് ഡാഷിൽ തന്നെ ഇട്ട് നമുക്ക് ഡബിൾ ടച്ചിൻ്റെ ആവശ്യമൊന്നും വരില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കയറാൻ വളരെ യൂസ്ഫുള്ളായുള്ള കാർഡാണ് ഡെൽ പീറോയുടെ. ഇതിന് മുന്നേ ഉള്ള കാർഡുകൾ അങ്ങനെ തന്നെയാണ്, അത്ര ഫ്ലെക്സിബിളാണ്. ഓക്കെ, പിന്നെ ബ്ലിറ്റ്സ്കേറിൻ്റെ പവർ നമുക്ക് അറിയാമല്ലോ. അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് നല്ലൊരു കാർഡാണ്. ട്രൈ ചെയ്യുന്നവരൊക്കെ എന്തായാലും എടുക്കുക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്ക്വാഡിലെ ഡെൽ പീറോ ഉണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഈ ഡെൽ പീറോ ഇത് സാധാ എപ്പിക്കാണ്. ഇത് പ്ലേ സ്റ്റൈലിംഗ് ക്ലാസിക് നമ്പർ 10 ആണ്. അതായത് ഇത് ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ടാവുമായിരിക്കും ഈ കാർഡ്. അനുസരിച്ച് നമുക്ക് പണ്ട് ഒരു എത്ര ചാൻസ് ഡീലാണ്, 10-40 ചാൻസ് ഡീൽ നമുക്ക് കിട്ടിയിരുന്നു ഡെയിലി യോഗിൻ വഴി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ കാർഡ്. അപ്പം വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. നല്ലൊരു കാർഡാണിത്. എന്നുവെച്ചാൽ അന്നൊന്നും ക്ലാസിക് നമ്പർ 10 അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല നമുക്ക് തരുന്നത്. പക്ഷേ പിന്നത്തെ അപ്ഡേറ്റിന് ശേഷം നല്ല പെർഫോമൻസ്. ഞാൻ ഇപ്പോഴും എൻ്റെ സ്ക്വാഡിൽ ഈ കാർഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് കാണാമല്ലോ, 425 മാച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്, 200 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഞാനിതിൽ ഒരു 80% മേലെ ഓൺലൈൻ മാച്ച്, എന്നുവെച്ചാൽ ഓഫ്ലൈൻ മാച്ച് ഞാൻ കളിക്കാറില്ല. എന്തെങ്കിലും ഇവൻറ്റ് വരികയാണെങ്കിൽ അവർ പ്ലെയർ ഓഫ് ദ വീക്ക് എടുക്കാൻ വേണ്ടിയും അങ്ങനെ മാത്രമേ ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് സ്ക്വാഡ് ഇട്ടിരിക്കുകയായിരിക്കും. ഇതങ്ങനെ യൂസ് ചെയ്യാറുമില്ല. 95 അസിസ്റ്റ് ഉണ്ട്. നല്ല പെർഫോമൻസാണ് ഈ കാർഡ് തരുന്നത്. ഇത് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോക്കുകയാണെങ്കിൽ ഇതാ 90 ഫിനിഷിങ് വരുന്നുണ്ട്, 90 സ്പീഡ്, 93 ആക്സലറേഷൻ. ഇത് മെയിനായിട്ട് കാണിക്കാൻ ബാലൻസാണ്. ഈ കാർഡിന് 99 ബാലൻസ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ അത്ര ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കളിപ്പിക്കാൻ കഴിയും. കട്ട് ചെയ്യാനും പിന്നെ അത്യാവശ്യം പാസിങ്ങും എല്ലാ എബിലിറ്റി ഉള്ളൊരു കാർഡാണിത്. അപ്പോൾ ഏതായാലും ഞാൻ ആ കാർഡിന് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല.
പിന്നെ ഇൻസായ്ക്ക് വേണ്ടി അതാണ് ട്രൈ ചെയ്യുന്നില്ല. അത്യാവശ്യം സ്ട്രൈക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. എന്നുവെച്ചാൽ നല്ലൊരു കാർഡാണ്. ഹോൾ പ്ലെയർ സ്റ്റൈലും കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറെ ഒരു കാർഡിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട നല്ലൊരു SS ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.